Good morning. Once again, welcome to the world of information and communications technology. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ക്ലാസ് we discussed our fifth chapter, right? നമ്മുടെ അഞ്ചാമത്തെ അധ്യായമായ The World of Information വിവരസഞ്ചയത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ് വെബ് ബ്രൗസർ എന്നും സെർച്ച് ബോക്സ് എന്താണെന്നും അതേപോലെ സെർച്ച് എൻജിൻസ് എന്താണെന്നും കീവേഡ്സ് എന്തായിരുന്നും വിൻഡൻ ജി സർഫ് ദ ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് ഒക്കെ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ പൂർണ്ണമായിട്ടും ഇൻ്റർനെറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ടു ദ വേൾഡ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവര സഞ്ചയത്തിലേക്ക് എന്ന അധ്യായം. നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പ്രീവിയസ് ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ പ്രീവിയസ് ചാപ്റ്റേഴ്സിൻ്റെ 3-4 അധ്യായങ്ങളുടെ നോട്ട്സ് സെൻഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വേറെ സബ്ജക്റ്റിൻ്റെയൊക്കെ നോട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആവണ്ട എന്ന് കരുതിയാണ് ഞാൻ പോസ്റ്റ് ചെയ്യായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഞാൻ ഒരു ദിവസം പോസ്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ 3rd and 4th ചാപ്റ്ററൊക്കെ പൂർണ്ണമായും പ്രാക്ടിക്കൽ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തിയറി സെക്ഷൻസ് വളരെ കുറവാണ്, തിയറി ക്വസ്റ്റ്യൻസും വളരെ കുറവാണ്. ഓക്കെ, അപ്പോഴത് നിങ്ങൾക്ക് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാനത് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഇന്ന് ചെയ്യാൻ പോകുന്നത് 2 ആക്ടിവിറ്റി, നിങ്ങൾക്കെല്ലാം അറിയുന്ന ആക്ടിവിറ്റി തന്നെയായിരിക്കും. ഓക്കെ, ഇൻ്റർനെറ്റ് എങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, ഹൗ ക്യാൻ വി യൂസ് ഇൻ്റർനെറ്റ് ഇൻ ഉബുണ്ടു. ഉബുണ്ടു എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഉബുണ്ടു 18.04 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കൂളിൽ. അപ്പോൾ ഉബുണ്ടുവിൽ ഇൻ്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കാം, ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഇൻ്റർനെറ്റ് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് നമുക്കൊരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒരു കീവേഡ്സ് യൂസ് ചെയ്തിട്ട് സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്ത് എന്താണ് ഹൗ ക്യാൻ വി സേവ് എ പിക്ചർ ഓർ എനിത്തിങ് ഫ്രം ഇൻ്റർനെറ്റ്. അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യു ജസ്റ്റ് ഓപ്പൺ യുവർ വെബ് ബ്രൗസർ. ഓക്കെ, ഫയർഫോക്സ് വെബ് ബ്രൗസർ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻസ് ഓഫീസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷനൊക്കെ എടുത്തിട്ടല്ല നമ്മൾ ഓരോ സോഫ്റ്റ്വെയർസ് ചെയ്യുന്നത്. ഇവിടെ യു ജസ്റ്റ് ഗോ ടു ആപ്ലിക്കേഷൻസ്, ഇൻ്റർനെറ്റ് ആൻഡ് ഫയർഫോക്സ് വെബ് ബ്രൗസർ. ഇറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് വെബ് ബ്രൗസർ ഇൻ ഉബുണ്ടു. ഓക്കെ, ആപ്ലിക്കേഷൻസ്, ഇൻ്റർനെറ്റ്, ഫയർഫോക്സ് web browser. Just click on that web browser. Then you can see Google. What is Google? Google is a search engine. Google എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിൻ ആണല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇപ്പോൾ ഗൂഗിൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ യാഹു അതൊക്കെ സെർച്ച് എഞ്ചിൻസ് ആണ്, ഗൂഗിളും യാഹു ഒക്കെ. ഇവിടെ ഇപ്പോൾ ഗൂഗിളാണ് ഓപ്പണായി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗൂഗിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് എന്ത്, ഒരു ബോക്സ് കാണുന്നുണ്ട്, ഇതാണെന്ത്, സെർച്ച് ബോക്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന വേർഡ്സാണ് കീവേഡ്സ്. നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് എന്താണ്, ധ്രുവക്കരടികൾ അല്ലെങ്കിൽ പോളാർ ബിയർ. ഓക്കെ, പോളാർ ബിയറിനെ കുറിച്ചാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെർച്ച് ചെയ്യേണ്ടത്. എന്താണ് ധ്രുവക്കരടികൾ. ധ്രുവക്കരടികൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് പോളാർ ബിയർ, POLARBEAR, പോളാർ
ബിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്താണ് സെർച്ച് ബോക്സിൽ കീവേഡ് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്നതാണ് പോളാർ ബിയർ, അല്ലെങ്കിൽ ധ്രുവക്കരടിയുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കീവേഡ് ഓക്കെ, POLAR, ഓക്കെ, BER ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പോളാർ ബിയർ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പോളാർ ബിയർ അല്ലെങ്കിൽ ധ്രുവക്കരടികളെ കുറിച്ചിട്ടുള്ള കുറേ ഡീറ്റെയിൽസ്, പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് പിക്ചേഴ്സ് മാത്രം എങ്ങനെ നമുക്ക് വ്യൂ ചെയ്യാം, ഇതിൽ നിന്ന് ഇമേജസ് മാത്രം എങ്ങനെ വ്യൂ ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഓൾ, ഇമേജസ്, മാപ്സ്, അങ്ങനെ കുറേ ബട്ടൺസ് നിങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഇമേജസ് ക്ലിക്ക് ചെയ്താൽ എന്താണ് ധ്രുവക്കരടികളുടെ ഇമേജസ് മാത്രം നമുക്കിങ്ങനെ വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തായി പറയാൻ പോകുന്നത് ഹൗ ക്യാൻ വി സേവ് എ പിക്ചർ ഫ്രം ദീസ് കളക്ഷൻ ഓഫ് പിക്ചേഴ്സ്. ഈ കാണുന്ന ഈ കൂട്ടത്തിലുള്ള പിക്ചേഴ്സിൽ നിന്നും ഒരു പിക്ചർ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. അപ്പം അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ, ഓക്കെ, ഇഷ്ടമുള്ള ഒരു പിക്ചർ എന്ത് ചെയ്യണം, ഇവിടുന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്താൽ എന്ത് വരും, ആ പിക്ചർ അവിടെ ഈ സൈഡിൽ ഇങ്ങനെ വ്യൂ ചെയ്തിട്ടുണ്ടല്ലേ. ആ പിക്ചർ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ, ക്ലിക്ക് ഓൺ ദ റൈറ്റ് ബട്ടൺ ഓഫ് യുവർ മൗസ്. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്യാം. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ സേവ് ഇമേജ് ആസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സേവ് ഇമേജ് ആസ്. ഓക്കെ, യു ജസ്റ്റ് ക്ലിക്ക് ഓൺ സേവ് ഇമേജ് ആസ് ഓപ്ഷൻ. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ബോക്സ് വരും. അപ്പോൾ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക, അല്ല ഹോം ഫോൾഡറിലാണെങ്കിൽ ഹോം ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. തൽക്കാലം നമുക്കിവിടെ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നെയിമിൻ്റെ അവിടെ എന്താണ് നമുക്കൊരു നെയിം കൊടുക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ നെയിം കൊടുക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നെയിം വന്നിട്ടുണ്ട്, 134 സംതിങ് polarbear.jpg എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ നെയിം തന്നെയാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതെങ്കിൽ അതങ്ങനെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കുക. അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നെയിമാണ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഇറേസ് ചെയ്യുക. പക്ഷേ ഇവിടെ ഇറേസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരു പേരിൻ്റെ അവസാനം, ആ ഇമേജ് ഫയലിൻ്റെ അവസാനം .jpg എന്ന് പറയുന്നത് ഒരു ഇമേജ് ഫയൽ ഫോർമാറ്റാണ്. ഓക്കെ, അപ്പോൾ അത് ഇറേസ് ചെയ്യാൻ പാടില്ല. .jpg എന്നുള്ളത് അവിടെ തന്നെ വെക്കുക, ബാക്കിയൊക്കെ ഇറേസ് ചെയ്യുക. ഓക്കെ, നമുക്കവിടെ എന്താണ് പോളാർ ബിയർ ആണെങ്കിൽ പോളാർ ബിയർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, .jpg അവിടെ തന്നെ വേണം. ഓക്കെ, polarbear.jpg എന്നാണ് അതിൻ്റെ അല്ലെങ്കിൽ ആ ഫയലിൻ്റെ പേര്. നമ്മൾ പേര് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ഓക്കെ, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഡെസ്ക്ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ polarbear.jpg എന്നുള്ള ആ ഒരു പിക്ചർ കാണാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിൻ്റെ പിക്ചർ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. നിങ്ങളൊക്കെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും. നിങ്ങൾക്കറിയാം സോങ്സും അല്ലെങ്കിൽ ഇമേജസും എങ്ങനെയാണ് ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നിങ്ങളെ സിലബസിൽ പറയുന്നതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ സെക്ഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേസ് സെഷൻ. അപ്പോൾ എന്താണ് നോട്ട് പിന്നീട് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. നോട്ട്സിൽ നിങ്ങൾക്ക് തോന്നുന്ന ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഓക്കെ, ജസ്റ്റ് 2 or 3 സെൻറ്റൻസ് ക്വസ്റ്റ്യൻ മതി, അല്ലെങ്കിൽ 1 word ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഗുഡ് ബൈ.